ാഹിർ ശരീഅത്ത് കൊണ്ട് അലങ്കരിക്കപ്പെടണ്ടേ എന്നർത്ഥം വരുന്ന ആശയം അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനും ശരീഅത്തിന്റെ ചർച്ചയിലും കിതാബിന്റെ ചർച്ചയിലേക്കും പോകാൻ തയ്യാറായില്ല. ഞാൻ ഉടനെ പറഞ്ഞത് 12 ആൾ കേട്ടതാണ്. അവര് സത്യവാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കൂടി കളവ് പറയും എനിക്ക് തോന്നുന്നില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ള ആൾ തങ്ങൾ ബഗ്ദാദിൽ പോയിട്ട് മഹീദി ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമകനായ ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖിനെ തരീഖത്ത് സ്വീകരിച്ച് ഖാദിരിയത്ത് ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ മുസ്ലിമാണെന്ന് തോന്നൂല, താടിയുമില്ല തലപ്പാവില്ല. ഇത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ എന്നോട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് സാഹിബ് എന്റെ മുമ്പിൽ നിന്ന് കേട്ടതാണ്. ഇന്റർവ്യൂ നടക്കട്ടെ, എന്നിട്ട് അദ്ദേഹം പറയട്ടെ. പറയൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതിലപ്പുറമുള്ളതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഹമീദ് സാഹിബ് മാന്യനാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം കേട്ടതാണ്. താടിയുമില്ല തലപ്പാവില്ല. അപ്പൊ താടിയും തലപ്പാവില്ലാത്ത കണ്ടാ മുസ്ലിമാണെന്ന് തോന്നാത്ത കൈകെട്ടിയ ഖാദിരിയ തരീഖത്തിന്റെ ബഗ്ദാദിലുള്ള ഷെയ്ഖിനെ ഞാൻ ബൈഅത്ത് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാഹ് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ആശയം ചെറിയ രൂപത്തിൽ ഞാൻ പേരോടിനോട് പറഞ്ഞു, ഇത്രയും വിശദമായിട്ടല്ല. ഇതിപ്പോ നിഷേധിക്കാൻ കഴിയും. ഇനി അഥവാ ഇന്റർവ്യൂ വരട്ടെ, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉള്ളാഹ് തങ്ങൾ ഏതായാലും മാറ്റി പറയില്ല. അദ്ദേഹം സയ്യിദാണ്, മഹാനാണ്, ഒരിക്കലും പറയില്ല. ഇനി അഥവാ വന്നാൽ അപ്പോഴല്ലേ കൂടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ പുറത്തു നടക്കും, ഫോട്ടോ ഉണ്ടായിരുന്നു. താടിയില്ലാത്ത തലപ്പാവില്ലാത്ത കൈ കെട്ടിയ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ പേരമകനായ ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖ. പക്ഷെ ഏതാവട്ടെ, അദ്ദേഹം അപ്പം മറുപടി പറഞ്ഞ പേരോട്, ഉള്ളാള് തങ്ങൾ ആ തരീഖത്തുമായി ഇവിടെ പ്രചരിപ്പിക്കാൻ വന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കുന്ന. ഇത് മറുപടിയാണെങ്കിൽ മറുപടി, എനിക്ക് യാതൊരു വിരോധമില്ല. മറുപടി ആണെങ്കിൽ മറുപടി. ഉള്ളാള് തങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഷെയ്ഖിനെ ഷെയ്ഖാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബൈഅത്ത് ചെയ്ത് സ്വീകരിക്കാമെങ്കിൽ ആ അവകാശം ഉള്ളാൾ തങ്ങളെ ബഹുമാനിച്ച് സ്നേഹിക്കുന്ന എനിക്കുല്ലേ, എന്റെ കൂടെയുള്ള ഇഖ്വാനികൾക്കും ഇല്ലേ? അതിന് പിന്നെ എന്തിനു സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കണം? ചുരുക്കത്തിൽ ശരീഅത്തിന് എതിരായ ഒരു പരിപാടിയും വാക്കിലും പ്രവൃത്തിയിലും വരാൻ പാടില്ലെന്ന് എന്നെ വസിയ്യത്ത് ചെയ്ത് ഉപദേശിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ആ വാക്ക് എന്റെ 100 കണക്കിന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നും ഇന്നും എന്നും. എന്നാൽ കേട്ടോ നിങ്ങൾ, ഇപ്പോഴ് 10 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപനം നടത്തുന്നത്. 10 വർഷമായി ഞാൻ തരീഖത്ത് കൊണ്ട് നടക്കുന്നത്. 4 വർഷമായി AP സമസ്ത തീരുമാനമെടുത്തിട്ട് ഇന്ന് വരെ പറയാത്ത ഒരു കുറ്റത പ്രഖ്യാപിക്കുന്നു. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആലിം ഇത്തരം പച്ചക്കള്ളം പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഈ പ്രസംഗം നടത്തേണ്ടി വന്നത്. ഇത് ചരിത്രം സൂക്ഷിക്കരുത്. എന്നെ പറ്റിയുള്ള ഇത്തരം ഒരു ആരോപണം നാട് നിങ്ങളെ പ്രചരിപ്പിച്ചിട്ട് കക്കാട് അന്നൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉലമാക്കൾ വേറുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളൊക്കെ ഉണ്ട്. ശരീഅത്തിന് എതിര് തരീഖത്തിൽ ഉണ്ടാകും എന്ന് കക്കാട് മൊഴിഞ്ഞു പറഞ്ഞു എന്ന പച്ച നോണ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തും നമ്മളൊക്കെ. ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പറയില്ല. എന്തുകൊണ്ട്? ഷെയ്ഖ് റളിയല്ലാഹുവിനെ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. 1, ഷെയ്ഖ് കിതാബുകളിൽ എഴുതി വെച്ചത് അങ്ങനെയല്ല. 2, 3, ഞാൻ 100 കണക്കിന് കേന്ദ്രങ്ങളിൽ ശരീഅത്തിന്റെ ഒരക്ഷരത്തിന് ഭംഗം വരുന്ന ഒരു പ്രവൃത്തിയോ വാക്കോ ഒരു തരീഖത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ എന്റെ പേരിൽ ഇപ്പൊ കഴിഞ്ഞ മാസമാണോ ഈ ഫത്വ പുറത്തു വരുന്നത്? 12 ആൾ കൂടിയ യോഗത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറയേണ്ടെന്നാല് എന്തുകൊണ്ട് ചെറിയ AP മുഹമ്മദ് മുസ്ലിയാർ മണിക്കൂറുകൾ വെച്ച് എനിക്കെതിരിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട് അക്കാലത്ത്? എന്നിട്ട് അന്ന് ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആരോപണം പറഞ്ഞുകൂടായിരുന്നോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വളരെ മോശപ്പെട്ട പ്രസംഗം നടത്തിയിട്ടുണ്ട് വടകരയിൽ. എന്റെ തരീഖത്തിനെ പറ്റി വളരെ മോശപ്പെട്ട വാക്ക്. കക്കാട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞുകൂടായിരുന്നോ? വസ്തുനിഷ്ഠമായി കൂടിച്ചേർന്ന ചർച്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് പൂർണ്ണമായി പറയുന്നുണ്ട് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. എന്ന് സമസ്ത മുശാവറ യോഗം കൂടി തീരുമാനിച്ച് എന്നെ പുറത്താക്കിയതിന്റെ പിറ്റത്തെ മാസം ആ പ്രസംഗം ഇതിനു വേണ്ടി മാത്രം വെച്ചതാ. വീഡിയോ കേസറ്റ് ഇപ്പല്ലേ, ഒന്നുകൂടി കേൾക്കുക ആൾക്കാർ. ഞാൻ അന്ന് ആ യോഗത്തിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോരായിരുന്നോ എന്നെ തൂക്കിക്കൊല്ലാൻ? അന്ന് ഞാനത് പറയാം, ആയതല്ല. അന്ന് ഞാനത് പറഞ്ഞു എന്നത് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാന്തപുരം പറയുന്നത്. അപ്പൊ പറയൂ, ഇപ്പോഴാ പറയുന്നത്. ഉള്ളതാണെങ്കിൽ ഇപ്പോഴല്ല, അന്നാ പറയാ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഷെയ്ഖിനെ എതിർക്കാൻ, മുഖ്താറിനെ എതിർക്കാൻ തെളിവുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന പൊന്മള ഉസ്താദ് ഒന്നും ഇല്ലാഞ്ഞിട്ട് സ്വർണത്തിന്റെ മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ആ മനുഷ്യൻ പ്രസംഗത്തിൽ പറയൂലേ കക്കാട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഒഴിവാക്കിയത്? പൊന്മളന്റെ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല, ചെറിയ പറഞ്ഞിട്ടില്ല, പേരോട് പ്രസംഗിച്ചിട്ടില്ല. ഇപ്പോഴും ഷെയ്ഖുനെയും പറയുന്നു, ഏറ്റെടുത്ത് ശിഷ്യനും പറയുന്നു.
ഇപ്പോഴും ഒരു മാസത്തിനിപ്പുറം. ഇത് ചരിത്രത്തിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബരി ആണ്. എന്റെ നിരപരാധിത്വം ഞാൻ പറയുന്നു. ഞാൻ ഒരു യോഗത്തിലും അങ്ങനെ പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറയാമായിരുന്നു. പിറ്റേ ദിവസം സുരാജ് പത്രത്തിൽ കൊടുത്തൂടെ, കക്കാട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്തൊരു സുഖണ്ടെന്നാ പിന്നെ എതിർക്കാൻ? പിന്നെ ചർച്ചയല്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാന്തപുരം പറയുന്ന വളരെ അബദ്ധം. ഇങ്ങനെയുണ്ടോ ഒരു നുണ പറയുന്ന രീതി? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധികാരപ്പെടുത്തിയതനുസരിച്ച് ഞാനടക്കം സമസ്തയിലെ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാരും ചേർന്ന് കക്കാട് ഫൈസിയുമായി നേരിട്ട് തന്നെ ഒന്നിലധികം പ്രാവശ്യം സംസാരിച്ചപ്പോൾ അവസാനമായി ചില കാര്യങ്ങളൊക്കെ തരീഖത്തും ശരീഅത്തിന് വിരുദ്ധമായും ഉണ്ടാവാം എന്ന് അദ്ദേഹം ഒഴിഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശരീഅത്തിന് വിരുദ്ധമായ കാര്യം തരീഖത്തിൽ ഉണ്ടാകുമെന്ന് കക്കാട് ഫൈസി മൊഴിഞ്ഞു പറഞ്ഞു ഷെയ്ഖുനാന്റെ വക. ഇതെന്തുകൊണ്ട് 4 കൊല്ലം ജനങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? അത് കേട്ട് ഇന്റർവ്യൂ നടത്തി പറയിപ്പിച്ച് കൊലപാതകം നടത്തിയിട്ട് പിന്നെ കുറ്റിയാടി പോയിട്ട് ശിഷ്യൻ പറയുന്നതൊന്ന് കേൾക്കി അത് ഏറ്റു പറയാണ്. ഈ ശിഷ്യന് ഇതിനെ മുമ്പ് പറഞ്ഞുകൂടായിരുന്നു ഈ ആരോപണം? അതിന്റെ പേരിൽ അദ്ദേഹവുമായി മഹാന്മാരായ പണ്ഡിതന്മാർ പലപ്പോഴും വിളിച്ച് ചർച്ച ചെയ്യുകയും അവസാനത്തെ ചർച്ചയിൽ ഈ പാവപ്പെട്ട ഞാനും പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ത്വരീഖത്തിലും ത്വരീഖത്തിന്റെ ശൈഖന്മാരിലും പല പരിപാടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകും എന്നു അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ശരീഅത്തിന് വിരുദ്ധമായ ത്വരീഖത്തുണ്ടാകും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചർച്ച അവസാനിപ്പിച്ചത്. അതെ, ഗംഭീരായിട്ടുണ്ട്. ഷെയ്ഖുനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ശുദ്ധ നുണ ശിഷ്യൻ ഏറ്റു പറയാ. പ്രിയപ്പെട്ട പേരോടെ വസ്തുതാപരമായി കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ 4 വർഷം എന്തുകൊണ്ട് പേരോടൊരു വേദിയിലും ഞാൻ നാവ് കൊണ്ട് പറഞ്ഞത്? ഷെയ്ഖുനാന്റെ വക മൊഴിഞ്ഞു പറഞ്ഞു ഉറപ്പുവരാൻ ജനങ്ങൾക്ക്. ശിഷ്യന്റെ വക നാവ് കൊണ്ട് പറഞ്ഞു. ഇതിലെനിക്ക് ധാർമ്മികമായ രോഷമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ശരീഅത്തിനെ ഈ ദുനിയാവിൽ കാത്തു രക്ഷിക്കാൻ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ശ്രമിക്കുന്നു. അവരുടെ ഖിദ്മത്തിലായിട്ടാണ് ഞങ്ങളുള്ളത്. അങ്ങനത്തെ ഞാന് മൊഴിഞ്ഞു പറയാ ശരീഅത്തിനെതിരുണ്ട് തെമ്മാടിത്തരം എന്റെ നാവ് കൊണ്ട് ഇൻഷാ അള്ളാ ബോധപൂർവം വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 4 കൊല്ലം കൊട്ടിഘോഷിച്ചപ്പം മിണ്ടിയില്ല? പൊന്മള ഉസ്താദാണല്ലോ ഇത് പറയേണ്ട ആള്. പൊന്മള ഉസ്താദ് ചൂഷണം ചെയ്യപ്പെടുന്ന ത്വരീഖത്ത് ആത്മീയ രംഗം വലിയ പ്രസംഗർക്ക് CD നാട് നിങ്ങളെ വിറ്റു, ഷെയ്ഖ് മുഖ്താറിന്റെ ഫോട്ടോ ഉൾപ്പെടെ. എന്നിട്ട് ഞാനുമായി നടത്തിയ ചർച്ച, കാന്തപുരത്തിന്റെ വീട്ടിലൊരു മൗജിദ് ഉണ്ടായിരുന്നു. അന്ന് കാന്തപുരവും ഞാനും പൊന്മളയും കൂടിയിരുന്ന് കാണുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ആ രംഗമൊക്കെ വിശദീകരിച്ച് പറയുന്നു. ശരീഅത്തിന് വിരുദ്ധമായത് തരീഖത്തിൽ ഉണ്ടാകും എന്ന തെമ്മാടിത്തരം ഈ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കക്കാടിന്റെ തരീഖത്തിനെ കുഴിച്ചു മൂടാൻ. എന്നിട്ട് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അന്ന് നിലയുന്ന ആരും മിണ്ടില്ല. ഇപ്പൊ മൈദാനി വന്നു, തരീഖത്ത് സജീവായി. ഇനി ഒരു ബോംബ് ഇട്ടിട്ടില്ലെങ്കിൽ പറ്റൂല. അതിന് വലിയ ആള് എന്നെ പറഞ്ഞു. സങ്കടമുണ്ട് എനിക്ക്. അത് ഏറ്റിട്ട് ഇപ്പം ബഹുമാനപ്പെട്ട പേരോടും തുടങ്ങി. ഇനി എന്താ സംഭവിക്കുക? ഇനി സക്കാഫികളായിക്കോളും ഏറ്റുപറയല്. നാട് നിങ്ങളെ പ്രചരിപ്പിക്കാൻ അവർ തയ്യാറാ. അപ്പൊ ഞാൻ പറയണം, ദാ അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെ ഞാനല്ല ആര് പറഞ്ഞാലും തരീഖത്ത് അങ്ങനെയല്ല. وطريقة أخذ بأحوط كالورى وعزيمة كرياضة متبتلا وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا. ഇതൊക്കെ 1000 തവണ എഴുതി പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അതിനെതിരെ ഞാൻ അവിടെ പറയേ? അവിടെ പറയുന്നതിന് മുമ്പും ഞാൻ തരീഖത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു, ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനോ എനിക്കോ അത്തരമൊരു വാദമില്ല. ജീവിതത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, പറയൂല ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് മുഖ്താർ തരീഖത്തിന്റെ നിർവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ കിതാബിലുണ്ട്, അത്വരീഖത്തു ഹിയ ദഅവത്തുൻ ഇലല്ലാഹി തആല ലിഇഹ്യാഇ സുന്നത്തി വനബ്ദിൽ ബിദ്അത്തി ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. മൗഇദത്തുൽ ഹസന കൊണ്ടും സദുപദേശം കൊണ്ടും അൽ ഹിക്മത്ത് കൊണ്ടും, അതാണ് ആയുധം. ബിദ്അത്തിനെ നിർമാർജനം ചെയ്തുകൊണ്ട് സുന്നത്തിനെ പുനർജീവിപ്പിക്കാനുള്ള അള്ളാഹുവിലേക്കുള്ള ഒരു ദഅവയാണ്, ഒരു പ്രബോധന മാർഗമാണ് അത്വരീഖ. വലഹാ ശൈഖുൻ, അതിന് ഒരു ശൈഖ് ഉണ്ടായിരിക്കും. സൈഫുഹു വദിറുഹു കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ആ ശൈഖിന്റെ
വാളും പരിചയും അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായിരിക്കും